അപ്പം എന്നാൽ നമുക്ക് കുറച്ച് സോയാബീൻ ഫ്രൈ ഉണ്ടാക്കി നോക്കിയാലോ. കുട്ടികൾക്ക് സ്കൂളിലേക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാൻ പറ്റിയ ഒരു വിഭവമാണ് സോയാബീൻ. അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. ഒന്ന് കുറച്ച് സോയാബീൻ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അതിന് നല്ല വലിയ സോയാബീൻ തന്നെയായിട്ട് മേടിച്ചേക്കണം. ബീഫ് മാതിരിയൊക്കെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ വലിയ സോയാബീൻ മേടിക്കുക. ടേസ്റ്റും വലുതാണോ വെച്ചാൽ അതെനിക്കറിഞ്ഞൂടാ. അപ്പോൾ നമ്മൾ നല്ല വലിയ സോയാബീൻ എടുത്തിട്ടുണ്ട്, 1 കപ്പ് സോയാബീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോൺ വെജ് കഴിക്കാത്തവർക്ക് നല്ല ടേസ്റ്റായിട്ടോ കഴിക്കാൻ. നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇടയ്ക്ക് സോയാബീൻ ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് അവിടെ വയ്ക്കാം. സോയാബീൻ ഇട്ടിട്ട് എനിക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. നല്ല വെള്ളം ഇങ്ങനെ വെള്ള പൊന്തി വന്നിട്ട് കേട്ടോ. സോയാബീനോ വെള്ളം ഓഫ് ചെയ്തു. ഇനി ഒരു 5 മിനിറ്റ് ഈ ചൂട് കൊടുത്തി കിടക്കട്ടെ. അതിനുശേഷം നന്നായിട്ട് ഒരു 2-3 പ്രാവശ്യം തണുത്ത വെള്ളത്തിൽ കഴുകി നല്ല പിഴിഞ്ഞ് തീരെ വെള്ളം ഇല്ലാണ്ട് എടുക്കണം. സോയാബീൻ കഴുകി പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. സോയാബീൻ പിഴിഞ്ഞതിൻ്റെ കനം കൊണ്ടാവുന്നുണ്ട്, കഷ്ണങ്ങളൊക്കെ ആയുണ്ട് കേട്ടോ വൃത്തിയാക്കുമ്പോൾ. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് സാദാ മുളകും പൊടി, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും വേപ്പിൻ്റെ ഇലയും കൂടി അരച്ച് വെച്ച പേസ്റ്റ്, 2 ടീസ്പൂൺ കോൺഫ്ലവർ, 1 ടീസ്പൂൺ അരിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 ടീസ്പൂൺ ചില്ലി കാശ്മീരി ചില്ലി, കുറച്ച് തക്കാളി സോസ്. ആദ്യം ഒരു 2 ടീസ്പൂണ് വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചിയൊക്കെ അരച്ചത് ചേർക്കാം. 1 ടീസ്പൂൺ സാദാ മുളകും പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളകും പൊടി. നമ്മൾ സോയാബീൻ വെള്ളത്തിലിടുമ്പോൾ ഉപ്പ് ചേർത്ത കാരണം ഇത് മസാലയ്ക്ക് മാത്രമായിട്ടുള്ള ഉപ്പ് ചേർക്കുക. എടുത്തു വച്ചിരിക്കുന്ന കോൺഫ്ലവറും അരിപ്പൊടിയും, 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കാം കേട്ടോ. ഇത് മിക്സ് ചെയ്യാം. എന്നിട്ട് ആവശ്യത്തിന് വേണമെങ്കിൽ മസാലയ്ക്ക് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ ഗരം മസാലയുടെ പൊടി ചേർക്കാൻ മറന്നു പോയിട്ടാ. അപ്പോൾ 1 ടീസ്പൂണ് ഫുള്ളായിട്ട് ഗരം മസാല പൊടിച്ചത്. ഉപ്പിൻ്റെ ഒരു ലേശം കുറവുണ്ട്, അതുകൊണ്ട് ഒരു ലേശം ഉപ്പ് ചേർത്തിട്ടുണ്ട്. വെള്ളം ചേർക്കണില്ല, അതുകൊണ്ട് ഇത്തിരി വെളിച്ചെണ്ണ. അപ്പം ഇനി സോയാബീൻ ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ. നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പം ആദ്യമായിട്ട് വീഡിയോ എടുക്കേണ്ട എല്ലാവരും തപ്പലൊക്കെ ഉണ്ട് കേട്ടോ, ബുദ്ധിമുട്ട്. അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നുപോയി. അപ്പോൾ അതൊരു 1/2 ടീസ്പൂൺ ഞാൻ ഇപ്പോൾ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പും ഒക്കെ പാകാട്ടോ, എരിവൊക്കെ പാകമായിട്ടുണ്ട്. അപ്പം ഞാൻ 15 മിനിറ്റോളം നമുക്കിവിടെ വയ്ക്കാം. 15-20 മിനിറ്റ് ഇരുന്നാലും കുഴപ്പമില്ല. വേഗം വേണമെങ്കിൽ 10 മിനിറ്റിനുള്ളിൽ എടുക്കാം. അത്രയും നേരമായില്ല മസാല ഒന്ന് പിടിച്ചോട്ടെ അതിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ ചീഞ്ചട്ടി നല്ല ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിൽ കുറച്ച് വെളിച്ചെണ്ണ അല്ല കേട്ടോ, സൺഫ്ലവർ ഓയിൽ, കുറച്ച് സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കാം. ഇനി ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ. എൻ്റെ ബേക്കിൻ്റെ എല്ലാം ലേശം മാറി നിൽക്കുക, അല്ലെങ്കിൽ മുഖത്തേക്ക് തേക്കും. ഇനി 4 പച്ചമുളക് വറുത്തെടുക്കാം. ഒരു ഭംഗിക്ക് പച്ചമുളക് വേപ്പിൻ്റെ നമുക്കങ്ങനെ കോരിയെടുക്കാം. ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് സോയാബീൻ ഇട്ട് കൊടുക്കാം.
തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം. അപ്പം നമുക്കിത് ഇളക്കി കൊടുക്കാം കേട്ടോ. പരമാവധി ഹൈ ഫ്ലെയിമിലിടണ്ട, ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുത്ത് കോരിയെടുക്കാം. ഒന്നാവട്ടെ കേട്ടോ. അപ്പോൾ സോയാബീൻ വെന്തുണ്ട്. അപ്പോൾ നമുക്ക് അത് കോരിയെടുക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു പ്രാവശ്യം ഇട്ടത് വെന്തെടുത്തു. നമുക്ക് രണ്ടാമത് ഇട്ട് നോക്കാം. 2-3 പ്രാവശ്യമായിട്ട് വറുത്ത് കോരിയെടുക്കാം കേട്ടോ. കാരണം ഒരിക്കൽ ഉപയോഗിച്ച ഓയിൽ ബാക്കിയായാൽ പിന്നെ ഉപയോഗിക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ട് കുറേശ്ശെ ഓയിലിൽ വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ നമുക്ക് ബാക്കി കൂടി വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ സോയാബീൻ വറുത്ത് കോരി വെച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം കഴിച്ചു നോക്കാം കേട്ടോ. നല്ല ചിക്കൻ ചില്ലിയൊക്കെ ഉണ്ടാക്കിയ മാതിരിയുള്ള ഒരു ടേസ്റ്റ് ഉണ്ട്. കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തയക്കാൻ നല്ലതാണ്. അപ്പോൾ എല്ലാവരും നന്നായി ട്രൈ ചെയ്തിട്ട്. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്.